അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജി അത് ഭീരുത്വം എന്ന നടി പാർവതി തിരുവോത്ത്. ഇത്രയും കാലം ഭയപ്പെടുത്തിയുള്ള ഭരണത്തിന് കീഴിലായിരുന്നു സംഘടനയിലെ സാധാരണ അംഗങ്ങൾ. ജനാധിപത്യ ബോധമുള്ള ഒരു ഭരണസമിതിയെ നേടിയെടുക്കാനുള്ള നല്ല അവസരമായി ഇതിനെ കാണണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പീഡനത്തിന് ഇരയായവർ തന്നെ പരാതിയും തെളിവുമായി വരണമെന്ന സർക്കാർ നിലപാട് ക്രൂരമെന്നും പാർവതി തുറന്നടിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തക ബർഖാദത്തുമായി നടത്തിയ അഭിമുഖത്തിലാണ് പാർവതി നിലപാട് വ്യക്തമാക്കിയത്. വിശദാംശങ്ങളുമായി പി ബസന്ത് ചേരുന്നു. ബസന്തേട്ട, ഗുഡ് മോർണിംഗ്. ഈ ദേശീയ മാധ്യമങ്ങൾ വരെ ഇപ്പോൾ ഇത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യുകയാണ്. എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മലയാള സിനിമാ മേഖലയിൽ പൊതുവിൽ സ്ത്രീകൾ നേരിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതൊക്കെയും. എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബദൽ മാർഗം സ്വീകരിച്ച് ഒരു സാങ്കേതികമായ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിച്ചുകൊണ്ട് സർക്കാർ ഇതുമായി മുന്നോട്ട് പോയിരുന്നു എങ്കിൽ, സ്വമേധയാ കേസെടുക്കാനുള്ള നടപടികൾ തേടി പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇതിങ്ങനെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു. ഇതിപ്പോൾ കൽക്കട്ടയിൽ നിന്ന് വരെ ഒരു നടി വന്ന് പരാതി പറഞ്ഞ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കൽക്കട്ടയിൽ ഇതാ വീണ്ടും അവിടെ അന്വേഷണം വേണം, ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്, പഠനം നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു നടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വ്യാപിച്ചു പോയത് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ളൊരു കാര്യം സർക്കാർ എടുക്കാത്തത് കൊണ്ടായിരിക്കില്ലേ? തീർച്ചയായും ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സർക്കാർ ഉരുണ്ട് കളിച്ചതാണ് ഒരുപക്ഷെ ഇത്രയും വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടാകുമ്പോൾ അത് FIR ഇടണം എന്നുള്ള നിർഭയ സംഭവത്തിന് ശേഷമുള്ള നിയമ ഭേദഗതിയിലൊക്കെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ പാർവതി തിരുവോത്ത് പറയുന്നത് പോലെ സർക്കാർ അത്തരത്തിൽ, അതായത് പരാതി ഉണ്ടെങ്കിൽ വന്ന് പരാതി നൽകി കേസെടുക്കാം എന്നുള്ള തരത്തിലേക്ക് വീണ്ടും അവര് കടന്നുപോയ ആ മാനസിക വേദന വീണ്ടും ഒരിക്കൽ കൂടി വീണ്ടും ആവർത്തിക്കുന്ന ഒരു തരത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വന്നതിനെയാണ് ഇപ്പോൾ പാർവതി തിരുവോത്ത് അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല AMMA എന്ന് പറയുന്ന സംഘടന, അതായത് സിനിമാ താരങ്ങളുടെ നടന്മാരുടെ സംഘടനയ്ക്കെതിരെ അവരുടെ ആ നേതൃത്വത്തിനെ ഭീരുക്കൾ എന്ന് തന്നെയാണ് പരോക്ഷമായി പാർവതി തിരുവോത്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഭീരുത്വ നടപടി എന്ന് പറഞ്ഞ് അവർ കാട്ടിയത് ഭീരുത്വമാണ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഭീരുക്കൾ എന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. ആ ഭീരുക്കളാണ് ഇവരെല്ലാവരും എന്ന് പരസ്യമായി തന്നെ പാർവതി തിരുവോത്ത് തന്റേടത്തോടെ പറയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. മാധ്യമങ്ങളെ നേരിടാൻ ഇവർക്ക് ഭയമാണ് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കാൻ, തങ്ങൾ എന്ത് നിലപാടെടുക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കാൻ ഭയക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഈ AMMA എന്ന് പറയുന്ന സംഘടന എന്നാണ് പാർവതി തിരുവോത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ AMMAയിലെ ഹെയറാർക്കിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ AMMA എന്ന് പറയുന്ന സംഘടന അത് ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ ഒരു അധികാര കൈയാളുന്ന തരത്തിലുള്ള ഒരു സംഘടനയാണ് എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് പാർവതി മുന്നോട്ട് വെക്കുന്നത്. അവിടെ ഒരു കൂട്ടം ആൾക്കാർ തീരുമാനിക്കും, താഴോട്ട് നടപ്പാക്കും എന്നുള്ള തരത്തിലേക്കുള്ള ചില പ്രവണതകളാണ് AMMAയിലുള്ളത് എന്നുള്ളത്. പക്ഷെ ഒരു മാറ്റം വേണം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പാർവതി മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ അടങ്ങുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ ഭീരുക്കളുടെ ഒരു കൂട്ടം സംഘടന എന്ന് പരോക്ഷമായി ഒരു സിനിമാ നടി വളരെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഈ ഭീരുക്കൾ എന്ന് പാർവതി പറഞ്ഞു എങ്കിലും ഭീരുക്കൾ എന്നതിലപ്പുറം എന്തിനേക്കോ ഇവരിൽ പലരും ഭയക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലോ ഭീരുവാകുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങളെ പേടിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവരുടെ നിലപാട് പറയാനും ഞങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു എന്ന് പറയാനും ഉള്ള ഭയമാണ്. അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്, ഒരു ക്വിറ്റേഴ്സാണ് ഇവരെല്ലാവരും. അല്ലെങ്കിൽ ഒളിച്ചോടി, സമൂഹത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടി, രാജിവെച്ച് ഒളിച്ചോടി പോയ ഒരു സംഘം എന്ന് വളരെ കൃത്യമായി പാർവതി പറയുന്നുണ്ട്. അതായത് ഈ വിഷയം അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ ഒരു AMMA എന്ന് പറയുന്ന, അല്ലെങ്കിൽ നടിമാരുടെ ഒരു സംഘടന എന്ന് പറയുന്ന ഞങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അത് ഭയക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കൂട്ടരാജിയിലൂടെ ഇവർ നൽകിയത് എന്നാണ് പാർവതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഒരുപക്ഷെ പാർവതിയെ പോലെയുള്ള ഒരു സിനിമ നടിയിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും കാലം മലയാള സിനിമാ ലോകത്തെ അടക്കി വാണ് ഭരിച്ച മോഹൻലാൽ അടക്കമുള്ള അവരുടെ ഒരു നേതൃത്വം എന്ന് പറയുന്ന ഭീരുക്കളുടെ ഒരു കൂട്ടം നേതാക്കളാണ് എന്ന് ഒരു സിനിമാ നടി പറയുന്നത് ഒരുപക്ഷെ ഇനി മോഹൻലാലാണ് അതിന് മറുപടി പറയേണ്ടത്.
തീർച്ചയായിട്ടും ബസന്തേട്ട, ഈ നമ്മൾ ഭീരുക്കൾ എന്ന് പറയുമ്പോൾ ഈ നടപടി ഉണ്ടാകും എന്ന ഭയം നമ്മൾ ആ തരത്തിൽ കൂടി അതിനെ കാണണമെന്ന് തോന്നും. ഇവർക്കൊക്കെയും ഇത്തരം ചില സ്ത്രീകളോട് മോശമായി പെരുമാറിയതിലും അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നേരിട്ട് കാണുകയോ അതിന് മൗനാനുവാദം കൊടുക്കുകയോ ഒക്കെ ചെയ്ത കാര്യത്തിലൊക്കെ ഇവർക്കെല്ലാം കൃത്യമായ പങ്കുണ്ട് എന്ന് കൂടി വെളിവാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ സ്വമേധയാ സർക്കാർ ആ തരത്തിലൊരു അന്വേഷണം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടത് അനിവാര്യമല്ലേ? ഇനി സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിന്റെ ഭാഗം കൂടിയായി വേണമെങ്കിലും അവരതിനെ എടുത്താലും തരക്കേടില്ല എന്ന് തോന്നുന്നു. ഇതിൽ പാർവതി പറയുന്ന മറ്റൊരു ഗുരുതരമായ ആരോപണം, നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ സിനിമാ നടൻ ദിലീപ് ആ കേസിൽ പ്രതിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇവരിത്തരം സംഭവങ്ങൾക്ക് കൂട്ടുപിടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പരോക്ഷമായ സൂചന തന്നെയാണ് പാർവതി നൽകുന്നത്. അതായത് ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു AMMA എന്ന് പറയുന്ന സംഘടന ഇത്രയും കാലവും വെച്ച് പുലർത്തിയിരുന്നത്. അതായത് സിനിമാ രംഗത്ത് ഈ പറയുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, ഇതൊക്കെ വെറും ഹിയർസേ മാത്രമാണ്, കേട്ടുകേൾവി മാത്രമാണ് എന്നുള്ള തരത്തിലുള്ള. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വളരെ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതിനെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ അതിൽ ഒരു അഭിപ്രായം പറയുന്നതിന് പകരം ഒളിച്ചോടി പോകുന്ന ഒരു സാഹചര്യമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ദിലീപിനെ പോലൊരാളെ അല്ലെങ്കിൽ ഒരു നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ തിരിച്ചെടുത്തുകൊണ്ടുള്ള AMMAയുടെ നടപടി തീർത്തും തെറ്റാണ് എന്നാണ് ഇപ്പോൾ പാർവതി തിരുവോത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം നേരിടുമ്പോൾ അദ്ദേഹത്തെ തിരിച്ച് സംഘടനയിലേക്ക് തിരിച്ചെടുക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് പാർവതി പറയുന്നത്. മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആ നിലപാട്, അതായത് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറഞ്ഞോളൂ, ഞങ്ങൾ കേസെടുക്കാം എന്ന് പറയുന്ന വളരെ ലാഘവത്തോടെയുള്ള ഒരു സമീപനവും ശരിയായ നടപടിയല്ല. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി, അതായത് ഇപ്പോഴല്ല, ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ലഭിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ കേസെടുക്കണോ അല്ലെങ്കിൽ FIR എടുക്കണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു നിയമോപദേശം സർക്കാർ തേടിയിട്ടുണ്ടാകണം. തേടാതെ വെറുതെ ഇത് വാങ്ങിച്ചു വെക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം DGPക്ക് മുഖ്യമന്ത്രി ഇത് കൈമാറിയത്. പക്ഷേ എവിടെയോ ആ ഘട്ടത്തിൽ ഇത് റിപ്പോർട്ട് വാങ്ങുന്നതും സർക്കാർ പരിശോധിക്കുന്നതും അത് കഴിഞ്ഞ് അന്വേഷണത്തിന് വിടുന്നതുമായിട്ടുള്ള ആ ഘട്ടത്തിനിടയിൽ എവിടെയോ ഇത് അന്വേഷണം എന്ന് പറയുന്ന ആവശ്യത്തെ അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ നമ്മളിപ്പോൾ വിലയിരുത്താൻ പറ്റുള്ളൂ. അതാണ് അതിലെ ഒരു വസ്തുത. ഈ റിപ്പോർട്ട് ലഭിക്കുന്ന ഒരു ഡിസംബർ 31 അന്വേഷണം സാധ്യമല്ല എന്ന് ലോക്നാഥ് ബെഹ്റ പറയുന്ന മറ്റൊരു ദിവസത്തിനും ഇടയിൽ എവിടെയോ ഈ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെടണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തമസ്കരിക്കപ്പെടണം എന്നുള്ളൊരു തീരുമാനം ഏതോ തലത്തിൽ എവിടെയോ എടുത്തിട്ടുണ്ട്.